നമസ്കാരം. വി സജീന്ദ്രൻ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. നിങ്ങളൊന്ന് പരിചയപ്പെടണം കുന്നത്തുനാട് MLA സജീന്ദ്രനെ. അത്ര സൗമ്യനായ, ശാന്തനായ, മറ്റുള്ളവരുടെ ആദരവ് പുലർത്തുന്ന, അനാവശ്യമായി ഒരു വാക്ക് പോലും പറയാത്ത ഒരു അത്യുഗ്രൻ നേതാവാണ്. കോട്ടയംകാരൻ സജീന്ദ്രൻ 2006 വൈക്കത്ത് മത്സരിച്ച് തോറ്റു. 2011 കുന്നത്തുനാട് മത്സരിച്ച് ജയിക്കുന്നു. 2016 വിജയം ആവർത്തിക്കുന്നു. 2021 2020 സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് തലനാരിഴയ്ക്ക് തോൽക്കുന്നു. ഇക്കുറി ആ ക്ഷീണമൊക്കെ തീർത്ത് 20,000 മേൽ ഭൂരിപക്ഷത്തിലാണ് സജീന്ദ്രൻ കുന്നത്തുനാട് കീഴടക്കുന്നത്. ഒരാളോടും പകയില്ലാത്ത നേതാവാണ് സജീന്ദ്രൻ. 2020 ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലമാണ് കുന്നത്തുനാടെന്ന് ഓർക്കണം. ബെന്നി ബെഹനാൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളോട് കിറ്റക് സാബു പരസ്യ യുദ്ധത്തിലാണ്. സജീന്ദ്രനോട് യുദ്ധം ചെയ്യേണ്ട സാഹചര്യം സജീന്ദ്രൻ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് വി സജീന്ദ്രന്റെ സൗമ്യമുഖം. ആ സജീന്ദ്രൻ ഇങ്ങനെ നർമ്മം കലർത്തി സംസാരിക്കുമെന്ന് സജീന്ദ്രനെ പരിചയപ്പെട്ട ആർക്കും തോന്നാനിടയില്ല. അത്രയ്ക്കും രസകരമായിരുന്നു സജീന്ദ്രന്റെ ഇന്നലത്തെ നിയമസഭാ പ്രസംഗം. സജീന്ദ്രൻ നന്ദി പ്രമേയ ചർച്ചയിൽ മറുപടി പറയാൻ എത്തിയതാണ്. ആദ്യം നന്ദി പറഞ്ഞത് പിണറായി വിജയനും PRDക്കും. ഗവർണറോട് നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾക്കൊക്കെ ജയിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കിയ മനുഷ്യനാണ് അദ്ദേഹം. സാർ, PRD സ്ഥാപിച്ച LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ബോർഡുകൾ കേരളത്തിൽ എല്ലാ ജംഗ്ഷനിലും ഇപ്പോൾ ഉണ്ട്. അത് മാറ്റരുതെന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ആ ബോർഡുകളാണ് ഇന്നിപ്പോൾ UDFന്റെ ഐശ്വര്യം. ഇത് കേട്ടപ്പോൾ തന്നെ അംഗങ്ങൾ ചിരി തുടങ്ങി. പിന്നെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഓരോരോ മന്ത്രിമാർക്കും സജീന്ദ്രൻ നന്ദി പറഞ്ഞു തുടങ്ങി. അക്ഷരാർത്ഥത്തിൽ സഭ ഇളകി മറിയുകയായിരുന്നു. ഇങ്ങനെയും ഒരു സജീന്ദ്രൻ ഉണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗങ്ങൾ പരസ്പരം ചോദിച്ചു. ആദ്യം സഭ നിയന്ത്രിച്ചിരുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ്. ഷാനിമോൾ ബോധപൂർവ്വം ഗൗരവം പാലിക്കാൻ ശ്രമിച്ചെങ്കിലും ഇടയ്ക്കൊക്കെ പുഞ്ചിരി വിരിയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തി കസേരയിൽ ഇരുന്നതോടെ ചിരി പരസ്യമായി. സകല മന്ത്രിമാരെയും പഞ്ഞിക്കിട്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഒരൊറ്റ പോക്കാണ് സജീന്ദ്രൻ്റേത്. എതിർപ്പുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പക്ഷേ ഇതൊന്നും ഗവനിക്കാതെ സജീന്ദ്രൻ മുമ്പോട്ട് പോയി. പോയ പോക്കിൽ സജീന്ദ്രൻ ഏറ്റവും വലിയ അടി കൊടുത്തത് തൻ്റെ അയൽപ്പക്കക്കാരനായ മുൻ കളമശ്ശേരി MLAയും മന്ത്രിയുമായ P രാജീവനാണ്. P രാജീവിൻ്റെ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയെ കണക്കറ്റു പരിഹസിച്ച് തേച്ചൊട്ടിച്ച് ഭിത്തിയിൽ പതിപ്പിച്ചാണ് സജീന്ദ്രൻ നിർത്തിയത്. അടുത്ത് പറയാൻ പോകുന്നത് ഞാൻ MLA ആയ എറണാകുളം നിയോജകമണ്ഡലത്തിലെ P രാജീവിനെ കുറിച്ച്. അദ്ദേഹം ഇതുവരെ തോൽവിയെ സമ്മതിച്ചിട്ടില്ല സാർ. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന്. ആഗോളതലത്തിലുണ്ടായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വ്യതിചലനങ്ങളുടെ ഭാഗമായി ഉണ്ടായ ഉരുത്തിരിഞ്ഞു വന്ന ചില മാറ്റങ്ങളായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ പറഞ്ഞത്. വീണ്ടും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചപ്പം ഹോർമീസ് കടലിടുക്കിനിടയിലൂടെ വന്ന അന്തർവാഹിനിയിൽ നിന്ന് ഒലിച്ചു വന്ന ലാവയിലൂടെ പ്രവഹിച്ച ചില മാറ്റങ്ങളാണ് ഇതെല്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം വീണ്ടും പത്രക്കാർ ചോദിച്ചു ഈ കളമശ്ശേരിയിൽ എന്തുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ആ കളമശ്ശേരിയിൽ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പറഞ്ഞു തോറ്റിട്ട് ജയിക്കുകയും ജയിച്ചിട്ട് തോക്കുകയും ചെയ്യുന്ന ചില പ്രതിഭാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റിൻ്റെ സാങ്കേതികമായ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ടേ പറയാൻ. സാർ, ഇദ്ദേഹം ജയിച്ചു വന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ നിന്ന് അങ്ങ് എന്ത് ചെയ്യുമായിരുന്നു? അങ്ങ് പിന്നെ ഡിക്ഷണറിയൊക്കെ എടുത്തു വെച്ചതെല്ലാം മനസ്സിലാക്കിയതൊക്കെ പോയാലും. പക്ഷേ എഴുതാനിരിക്കുന്ന ആ പിള്ളേരെന്ത് ചെയ്യുമായിരുന്നു സാർ? അവർക്ക് വൈകിട്ട് ഇത് എഴുതി കൊടുത്തില്ല, അങ്ങ് അവരെ പുറത്താക്കില്ലേ? ഒടുവിൽ സമയം തീർന്നപ്പോൾ സ്പീക്കർ പലതവണ ഇടപെട്ടു. സ്പീക്കറോട് പറഞ്ഞു ഞാൻ അങ്ങ് നല്ലവനാണെന്ന് പറയാം, എനിക്കൊരു 1 മിനിറ്റ് കൂടി തരുമെന്ന്. അതും സഭയിൽ ചിരി പടർത്തി. എനിക്ക് അവസാനം നന്ദി പറയേണ്ടത് എനിക്ക് സാർ മഹേഷിന്റെ 1.5 മിനിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ പെർമിറ്റ് ചെയ്തില്ല. അതിലും കൂടുതൽ 2 മിനിറ്റ് തന്നാൽ അങ്ങ് നല്ലവനാണെന്നും കൂടെ ഞാൻ പറഞ്ഞേക്കാം. പിന്നെ സാർ അതൊരു കൈക്കൂലി പോലെയാവും, അത് വേണ്ട. ഏറ്റവും വലിയൊരു തമാശ പറഞ്ഞുകൊണ്ടാണ് സജീന്ദ്രൻ പ്രസംഗം അവസാനിപ്പിച്ചത്. ട്രെയിനിൽ വെച്ച് കണ്ണൂരുകാരനായ ജോത്സ്യനെ പരിചയപ്പെട്ടത്രേ. ആ ജോത്സ്യൻ സജീന്ദ്രനോട് പറഞ്ഞു ഞങ്ങളുടെ സഖാവ് പിണറായിയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് പോരുമ്പോൾ ഒരു യാത്രക്കാരൻ എന്നോട് ചോദിച്ചു നിങ്ങൾ എവിടെ പോകുന്നു, നിങ്ങളെ കണ്ടുപരിചയമുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ ഇന്നയാളാന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വരികയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നേതാവ് പിണറായി വിജയനാണ്, ഞാനൊരു ജോത്സ്യരാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അദ്ദേഹം ഏത് പോസ്റ്റിലിരുന്നാലും 10 വർഷക്കാലത്തിലധികം ഇരിക്കും. അതായത് പാർട്ടി സെക്രട്ടറിയായി 17 വർഷം ഇരുന്നു, മുഖ്യമന്ത്രിയായി 10 വർഷം ഇരുന്നു. ഇനി പ്രതിപക്ഷ നേതാവായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. ബാലഗോപാൽ അത് കണ്ട് ആഗ്രഹിക്കും 10 വർഷക്കാലത്തിൽ അദ്ദേഹം ഇരിക്കും. അതായത് ഇനി കുറഞ്ഞത് 10 വർഷമെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ ഇരിക്കും എന്ന് പറഞ്ഞ്
സഭയിൽ ചിരി പടർത്തിയാണ് അവസാനിപ്പിച്ചത്. മന്ത്രിമാർക്ക് ഓരോരുത്തർക്കും സജീന്ദ്രൻ പറഞ്ഞ നന്ദി കൂടി തുടർന്ന് കേൾക്കുക. പിണറായി വിജയനോടൊപ്പം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച മറ്റ് മന്ത്രിമാരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് സാർ. ആദ്യം എനിക്ക് നന്ദി രേഖപ്പെടുത്താൻ തിരുവനന്തപുരത്ത് തൊട്ട് എടുക്കുകയാണ് വി ശിവൻകുട്ടിയോട് നന്ദി രേഖപ്പെടുത്താതെ പറ്റില്ലല്ലോ. വി ശിവൻകുട്ടിയെ ലോകം അറിയപ്പെടുന്നത് അങ്ങിരിക്കുന്ന ചേംബറിൽ കയറി ആ കമ്പ്യൂട്ടറുകളും കസേരകളും എല്ലാം തല്ലിപ്പൊളിച്ച് മുണ്ട് മടക്കി കുത്തുനിന്ന് ആനന്ദ നൃത്തമാടിയ ആളാണ് വി ശിവൻകുട്ടി. അന്നാണ് ലോകമാദ്യമായി വി ശിവൻകുട്ടിയുടെ ശുഷ്കാന്തി ലോകമെമ്പാടും കണ്ടത്. കേരളത്തിലെ ഒരു MLA ലോകത്തെമ്പാടും അദ്ദേഹത്തിൻ്റെ ശുഷ്കാന്തി കാണിച്ച ഒരു സമയമായിരുന്നു അന്ന്. ഞാനന്ന് ഈ നിയമസഭയിലെ അംഗമായിരുന്നു സാർ. ഇന്ന് തിരുവനന്തപുരം MLA-മാരോട് ചോദിച്ചാൽ അറിയാം, തിരുവനന്തപുരത്തുള്ള ആളുകൾ അയൽവാസികളൊക്കെ വഴക്കുണ്ടാക്കിയാൽ അവർ പറയുന്നത് ഒരു വാക്കുണ്ട്, നീ എത്ര ചീത്തകൾ വേണേലും വിളിച്ചോ, പക്ഷേ ശിവൻകുട്ടി അണ്ണനെ പോലെ ശുഷ്കാന്തി കാണിക്കരുത്, എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഇവിടെ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. സാർ അദ്ദേഹത്തോട് നന്ദി പറയണം. പിന്നെ അടുത്തത് കൊല്ലത്തേക്ക് കിടക്കുമ്പം ചിഞ്ചു റാണിയാണ്. ചിഞ്ചു റാണി എന്ന് പറയുന്നയാൾ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയായിരുന്നു. കന്നുകാലികൾക്ക് പോലും നയാ പൈസയുടെ പ്രയോജനമുണ്ടായില്ല. ഞങ്ങൾ ചടയമംഗലം തിരിച്ചു പിടിക്കാൻ വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ നിത്യഹരിത നായകനായ പ്രേം നസീറിനെ രംഗത്തിറക്കി ആ സീറ്റ് തിരിച്ചു പിടിച്ചു സാർ. കേരളത്തിലെ കന്നുകാലികളും ആടുമാടുകളും പോലും പ്രതിഷേധിച്ച ഒരു മന്ത്രിയായിരുന്നു. ചിഞ്ചു റാണിയെ വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് മൈക്ക് അനൗൺസ്മെന്റ് നടന്നപ്പോൾ കൂട്ടിക്കിടക്കുന്ന ആടുകൾ പോലും ചെയ്യരുതേ എന്നാണ് സാർ കരഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ മൃഗങ്ങൾ പോലും ഇത്രമാത്രം പ്രതികരിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് സാർ. അടുത്ത കാലത്ത് അല്ല, അവര് പറഞ്ഞോട്ടെ, എനിക്ക് പറയാനുള്ളത് മറുപടിയായിട്ട് പ്രതിപക്ഷ നേതാവുണ്ട് സാർ. അടുത്തതായിട്ട് ശ്രീ KB ഗണേഷ് കുമാർ സാർ. KB ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം മന്ത്രിപ്പണി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പണിയായിരുന്നു. അദ്ദേഹം കത്ത് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു വിദഗ്ധനായിരുന്നു. ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ കത്ത് റെഡിയാക്കി കൊടുത്ത ആളാണ് KB ഗണേഷ് കുമാർ. അതേ ഇപ്പോൾ തോൽവിയൊക്കെ ഏറ്റതിന് ശേഷം അദ്ദേഹം ഒരു ആത്മകഥ എഴുതുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. മന്ത്രിപ്പണി എനിക്ക് പാർട്ടിയും പണിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ പറഞ്ഞത്. സാർ, അദ്ദേഹം ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമേ അദ്ദേഹം എതിർത്തു. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. അദ്ദേഹം എന്തിനാ എതിർക്കുന്ന? അന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. അത് UDF സർക്കാർ വന്നു കഴിയുമ്പോൾ നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയല്ലേ? അതിന് ഇദ്ദേഹം എന്തിനാ എതിർക്കുന്നത്? അദ്ദേഹത്തിൻ്റെ 5000-ലെ 4998 പേര് ആ ബസ്സിൽ കയറുമെന്നുള്ള പേടി കൊണ്ടാണ് അദ്ദേഹം അന്ന് എതിർത്തത് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സാർ. അദ്ദേഹത്തോടും ഈ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരും നന്ദി രേഖപ്പെടുത്തുകയാണ് സാർ. പിന്നെയുള്ളത് VN വാസവനാണ്. VN വാസവൻ എന്ന് പറയുന്ന മന്ത്രി സാർ, സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത് സഖാക്കന്മാരുടെ ഫോണുകളിൽ പോലും ഇപ്പോൾ റിംഗ് ടൂണാണ്. ഈ VN വാസവൻ എങ്ങനെ ജയിക്കുമോ സാർ? മറ്റേ അദ്ദേഹത്തിൻ്റെ സ്വർണം വരെ മോഷ്ടിച്ചു പോയ സഖാവ് വാസവനെ ഇനി നിയമസഭ കാണിക്കണ്ട എന്ന് ജനം തീരുമാനിച്ചു. അങ്ങനെയാണ് സാർ സഖാവ് വാസവൻ ഇപ്പോൾ ഇതിരിക്കുന്നത് സാർ. അതിനു മുമ്പ് വീണ ജോർജ് ഉണ്ട് സാർ. വീണ ജോർജ് പത്തനംതിട്ടയിൽ നിന്ന് വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ചൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫ്രം വെന്റിലേറ്റർ ടു ഹോം എന്നാണ് ഈ സിനിമയുടെ ഇതിവൃത്തമായിട്ടുള്ളത്. കാരണം ലോകത്താദ്യമായി വെന്റിലേറ്ററിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയ ആദ്യത്തെ ആളാണ്. ട്രംപിന് പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും അവരെ അഭിനയിക്കാൻ കിട്ടിയാൽ ആ പടത്തിന് അവാർഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളത് റോഷി അഗസ്റ്റിനാണ്, കേരള കോൺഗ്രസിൻ്റെ നേതാവ്. മാണി സാർ സ്വർഗ്ഗലോകത്തിരുന്നുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാകും സാർ. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഴമാണി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഭയിൽ കയറി നിന്ന് അങ്ങിരിക്കുന്ന കസേര വരെ തല്ലിപ്പൊളിച്ച അവരോടൊപ്പം ചിക്കൻ ബിരിയാണിയും കഴിച്ച് 5 വർഷക്കാലം സുഖജീവിതം നയിച്ച ആളാണ് റോഷി അഗസ്റ്റിൻ. പാവം ആ ജോസ് കെ മാണിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഒരു പരുവത്തിലാക്കി നിൽക്കുകയാണ്. അപ്പോൾ അധികം താമസിക്കാതെ
കേരള കോൺഗ്രസ് റോ എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിലുണ്ടാകും. റോഡിലിറങ്ങാൻ ആളില്ലെങ്കിൽ റോ പാർട്ടി സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകും. തൃശ്ശൂരിൽ നിന്നുള്ള മന്ത്രി ബിന്ദുവാണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്ക് പെൻഡുലം ആടിയതല്ലാതെ ഒരു വിദ്യാഭ്യാസ വകുപ്പിലും ഒന്നും നടന്നില്ല സാർ. പിന്നെ കെ കൃഷ്ണൻകുട്ടി, അദ്ദേഹം പ്രായമുള്ള ആളാണ്, എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. അദ്ദേഹം മന്ത്രി സ്ഥാനം ഒഴിഞ്ഞങ്ങ് പോകുമ്പോൾ അദ്ദേഹം ഒരു സത്യം വിളിച്ചു പറഞ്ഞു. എന്താണ് വിളിച്ചു പറഞ്ഞത്? ഈ കേരളത്തിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായിരുന്നു പിണറായി വിജയൻ കാലത്തെ. ആ സത്യം വിളിച്ചു പറഞ്ഞ ഒരാളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് സാർ. പിന്നെ ഉള്ളത് അബ്ദുൾ റഹ്മാനാണ്. അദ്ദേഹത്തോട് നന്ദി പറയണ്ടേ സാർ? സ്വന്തം മണ്ഡലത്തിൽ നിന്ന് സ്പോർട്സ് വകുപ്പ് മന്ത്രിയായിരുന്നു. PT ഉഷ ഓടിയേക്കാളും വേഗത്തിൽ ഓടി തിരിയിൽ പോയി മത്സരിച്ചു. തിരിയിൽ മത്സരിച്ചപ്പോൾ നമ്മുടെ കുറുക്കോളി മെയ്തീനുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് ഒറ്റ അടിയാണ് അടിച്ചത്, സിക്സറാണ് അടിച്ചത്. മലപ്പുറം ജില്ലയിൽ പോലും നിന്നില്ല സാർ. ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല സാർ. പിന്നെ അടുത്ത് കോഴിക്കോടുള്ള AK ശശീന്ദ്രനാണ്. AK ശശീന്ദ്രൻ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നത്. കാരണം അദ്ദേഹം മന്ത്രിയായതിനു ശേഷം 5 വർഷം അദ്ദേഹത്തിന് എന്താണ് നടന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. നിയമസഭയിൽ വന്നുപോയി, സെക്രട്ടേറിയറ്റിൽ വന്നിരുന്നു പോയി. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധമില്ലാതെ വരാൻ കാരണം കോഴിക്കോട് ജില്ലയിലെ ഒരു DFO കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു മയക്കുവെടി വെച്ചു. 5 വർഷക്കാലം നിൽക്കുന്ന എഫക്റ്റായിരുന്നു. എന്തായാലും ആ മയക്കുവെടി വെച്ചതുകൊണ്ട് 5 വർഷക്കാലം നാട്ടുകാർക്കൊരു ശല്യവും മന്ത്രിയെ കൊണ്ടുണ്ടായില്ല. വന്യമൃഗങ്ങളുടെ ശല്യം നാട്ടുകാർക്കുണ്ടായെങ്കിലും എനിക്ക് ഷിബു ബേബി ജോൺ സാറിനോട് പറയാനുള്ളത്, ആ DFOയെ കണ്ടുകൊടുത്ത് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുക്കണം, അദ്ദേഹത്തെ ആദരിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. സാർ, OR കേളുവാണ് മറ്റൊരു മന്ത്രി. സാർ ഒരു മര്യാദക്കാരൻ പാവാൻ ചുര ഇറങ്ങി വന്നതാണ്. ഈ ബാലഗോപാൽ പട്ടികജാതിക്ക് പട്ടികവർഗക്കാരുടെ ഫണ്ട് അനുവദിച്ചതെല്ലാം ഇങ്ങനെ തിരിച്ചു പിടിച്ചു. ആരെങ്കിലും ചെയ്യുമോ സാർ? കേരളത്തിൽ എത്ര സാമ്പത്തിക പ്രതിസന്ധി വന്നാലും പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഫണ്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയതിനു ശേഷം തിരിച്ചു പിടിച്ച ബാലഗോപാലാണ് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ തർക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.